ആ ആൻറ്റി, ഇത് ഞാനാ മനു. ആ എന്താ മനു? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല. പരീക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ ദിയ ജയെ കണ്ടില്ലെന്ന്. എന്നും ഒരുമിച്ച് പോണല്ലേ രണ്ടാളും. ഇന്ന് മാത്രം ജയ കാത്തു നിൽക്കാൻ പോയപ്പോൾ ദിയക്ക് ആകെ ഒരു വിഷമം. അവള് നേരത്തെ പോകുന്നത് അമ്മയെ കാണാനോ മറ്റോ ആണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അല്ല മനു, അവൾ ഇവിടെ എത്തിയിട്ടില്ല. മോളെ ഇങ്ങോട്ട് വിളിക്കാൻ ഹമീദ്ക്ക് കോളേജിൽ ചെന്നിട്ട് അദ്ദേഹം അവളെ കാണാൻ തിരിച്ചു വന്നിരിക്കുക. ആന്റി വിഷമിക്കണ്ട, അവളപ്പോ അച്ഛൻ്റെ അടുത്ത് തന്നെ പോയി കാണും. എന്തോ എനിക്ക് വല്ലാത്ത പേടി തോന്നാ മനു. അവിടെയെങ്കിലും അവൾ എത്തിയെന്ന് ഞാൻ എങ്ങനെയൊന്നും അറിയാം. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് ഞാനങ്ങോട്ട് വിളിച്ചോളാം ആന്റി. ആന്റി ടെൻഷൻ അടിക്കാതെ. ജയ വേറെ എവിടെ പോവാനാ? എന്നാലും എത്രയും പെട്ടെന്ന് നീ അതൊന്ന് ഉറപ്പ് വരുത്തണം മനു. എന്നിട്ട് എന്നെ വിളിക്കുകയും വേണം. ആ ഓക്കെ. ശരി. മനുവാണല്ലേ? അതെ. ദിയെ കാത്തു നിന്നിട്ടും ജയെ കണ്ടില്ലെന്ന്. അവൻ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞില്ലേ? പേടിക്കാനൊന്നും ഉണ്ടാവില്ല. എന്തായാലും മനു വിളിച്ച ഗീതയെന്ന് എന്നെയും വിളിച്ചു പറയണം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. ശരി. മണിയമ്മ ഇന്നിവിടെ കാണുമല്ലോ. എന്നാ ഞാൻ വരട്ടെ. എഴുത്തി സമാധാനായിട്ടിരിക്കും. ഈശ്വര. മോളെ, നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് എന്നതാ അയാൾ പറഞ്ഞ്? പോകുന്നവര് പൊക്കോട്ടെ, ഞാൻ എൻ്റെ വാക്ക് പാലിക്കും, മനസ്സുണ്ടെങ്കിൽ തിരിച്ചു വരാന്ന്. മോൾ എന്നതാ തീരുമാനിച്ചേ? പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണ് ജേഡി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു പോകാൻ സമയമായിരിക്കുന്നു. എന്റെ കുറ്റം കൊണ്ടല്ലല്ലോ ഞാൻ വന്നത്, ചോദിക്കാതെയല്ല. ആ സ്ഥിതിക്ക് ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോയില്ലെങ്കിലും ജിഷ എവിടുന്ന് മാറ്റിയെന്നുള്ള വിവരമെങ്കിലും എന്നെ ഒന്ന് വിളിച്ചറിയിക്കാനുള്ള മര്യാദ അത് ജേഡി കാണിക്കണ്ടേ അമ്മാമേ? വേണം. പക്ഷേ അയാളത് കാട്ടുവോന്നാ? അങ്ങനെ ചെയ്താൽ ഭാര്യയുടെ മുന്നിൽ ചെറുതായി പോകത്തില്ലയോ? അങ്ങനെ ചെയ്തില്ലെങ്കിലായിരിക്കും ജേഡി എന്റെ മനസ്സിൽ ചെറുതായി പോകുന്നത്. വിളിച്ചില്ലെങ്കില് അതിന്റെ അർത്ഥം എന്റെ തിരിച്ചുവരവ് ജേഡിക്കൊരു നിർബന്ധമല്ലെന്നല്ലേ? അതെ. എന്നതായാലും വിളിക്കാതെ നീ പോകാൻ നിൽക്കണ്ട. ഒരുമിച്ച് ജീവിക്കേണ്ടത് ഒരാളുടെ മാത്രം ആവശ്യമായ പിന്നീട് അതിൻ്റെ പേരിൽ വീണ്ടും പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. അതിനി ഇടം കൊടുക്കണ്ട. ഇല്ല അമ്മാമേ, ഉപാധികളില്ലാതെ സ്വതന്ത്രമായി ജീവിക്കാമെന്നുള്ള മനസ്സോടുകൂടി ജേഡി എന്നെ ഇന്ന് തന്നെ വിളിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് ജിഷയെ എവിടെയായിരിക്കും ജേഡി കൊണ്ടുചെന്നാക്കുക എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ്. വിശ്വേട്ടനെ കണ്ടുപിടിക്കാനൊന്നും എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. മണിയമ്മയോ ജിഷയുടെ അമ്മയുടെ കയ്യിലോ ജേഡി അവളെ ഏൽപ്പിക്കുകയുമില്ല. വാക്ക് പാലിക്കണമെന്നും ഭാര്യയെ തിരിച്ചു വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവരിൽ ആരെങ്കിലും തന്നെ തിരിച്ചേൽപ്പിക്കും. അല്ലെങ്കിലും വിശ്വത്തിൻ്റെ മകളല്ലാന്ന് മണിയമ്മ പറഞ്ഞാ പിന്നെ ജേഡി എന്നാതിനാ കൊച്ചിനെയും കൊണ്ട് അയാളുടെ പിന്നാലെ നടക്കുന്നേ? പെറ്റ അമ്മയെ തന്നെ അങ്ങ് ഏൽപ്പിച്ചാ പോരായോ? അന്നേ അത് ചെയ്തിരുന്നെങ്കിൽ അതിനൊരു മാന്യത ഉണ്ടായിരുന്നു. അത് ചിലപ്പോ പെട്ടെന്ന് ജിഷയെ കൈവിട്ടു കൊടുക്കേണ്ടി വരുന്നതിന്റെ വിഷമം കൊണ്ടായിരിക്കുമെന്നാ എനിക്കിപ്പോ തോന്നുന്നു. ഇനിയിപ്പോ വേറൊരു വഴിയില്ലാത്ത സ്ഥിതിക്ക് അതന്നെ ചെയ്യുമായിരിക്കും. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മോളൊക്കെ ഒരുക്കി വെച്ചോ. വിളിച്ചിട്ട് പോയില്ല എന്നുള്ള പരാതി വേണ്ട. പോകുന്നെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പ് ഇറങ്ങും വേണം. എന്തായാലും വിളിക്കട്ടെ മാമേ. ഒരുങ്ങി നിന്നിട്ട് അഥവാ വിളിച്ചില്ലെങ്കില് ഇറങ്ങിയ നിലയ്ക്ക് എന്തായാലും പോവാൻ തോന്നിപ്പോ. അതെന്തായാലും വേണ്ട. വിളിച്ച 5 മിനിറ്റിനുള്ള ഇറങ്ങാലോ. നിന്റെ ഇഷ്ടം. എന്നതായാലും പോകാൻ തീരുമാനിച്ച നിലയ്ക്ക് ജേഡിയെ ഇനി കൈവിട്ടു പോകാതെ പിടിച്ചേക്കണം. അടിയുറച്ചൊരു കുടുംബജീവിതം ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴാ. നിങ്ങൾക്കിടയിലെ ആ ഒരു കുറവ് മാറണം. അതോടെ ജേഡിയുടെ സ്നേഹം മറ്റാർക്കും പങ്കുവെക്കപ്പെടാതെ നിനക്കും നിന്റെ കുഞ്ഞിനും മാത്രമായി കിട്ടും.
വന്നില്ലേ സാറേ? ഇല്ല, എക്സാം ഉച്ചയ്ക്ക് കഴിയും. പിന്നെ അവൾ എങ്ങോട്ട് പോയി? 5 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ ചെന്നില്ലെങ്കിൽ ആ കാര്യം നടക്കില്ല. അതല്ലടാ, ഹോസ്റ്റൽ ഏർപ്പാടാക്കിയിട്ടല്ലയോ സാറ് വന്നത്? അതൊക്കെ അതെ, അഡ്മിഷനൊക്കെ ഓക്കെ. പക്ഷെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഓഫീസ് ടൈം കഴിയുന്നതിന് മുമ്പ് അങ്ങ് ചെല്ലണം. ഇപ്പം തന്നെ 4 മണി കഴിഞ്ഞു. സാറ് വിഷമിക്കാതിരി. എനിക്കിപ്പോൾ തോന്നുന്നത് വെറുതെ ഹോസ്റ്റലിൽ പറയുന്നത് ഓടലായിരുന്നെന്നാ. ഉച്ചയ്ക്ക് മുമ്പേ പരീക്ഷ കഴിഞ്ഞിട്ടും ഇതേവരെ എത്താത്ത സ്ഥിതിക്ക് ആ കൊച്ചു എത്തേണ്ടടുത്ത് എത്തി കാണും. എവിടെ? ഒന്നുകിൽ അവൾ അമ്മയെടുത്ത്, അല്ലെങ്കിൽ മണിയമ്മയെടുത്ത്. സാർ ഇവിടുന്ന് ഒഴിവാക്കുന്ന കാര്യം അവൾ എങ്ങനെയെങ്കിലും അറിഞ്ഞു കാണും. എങ്ങനെ? താൻ പറഞ്ഞ? യോ, കർത്താവാണ് സത്യം, ഞാനൊന്നും പറഞ്ഞില്ല. കൊച്ചനോട് പലതവണ കുത്തി കുത്തി ചോദിച്ചതാ, ഞാനുണ്ടോ പിടികൊടുക്കുന്നു. എങ്കിൽ ഞാൻ അറിയാതെ അവൾ എങ്ങും പോവില്ല. അത് സാറിന് വെറുതെ തോന്നുന്നതാ. നേട്ടമുള്ളിടത്തേ ആ കൊച്ചിന് നോട്ടമുള്ളൂ. സുഖ സൗകര്യങ്ങളൊക്കെ കൈവിട്ട് പോകുമെന്ന് ഉറപ്പായാൽ പിന്നെ എന്തോന്ന് അറിയിക്കാൻ? പോയെങ്കിൽ പോട്ടെ സാറേ, അത്രയും തലവേദന കുറഞ്ഞെന്ന് കരുതിയാൽ മതി. എന്തോ? അല്ല, സാറെന്നതായാലും കൈവിടാൻ തീരുമാനിച്ചല്ലയോ, പിന്നെ എന്നാ സാറേ? അതൊന്നും തന്നെ പോലവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടോ. ജന്മം കൊണ്ട് ആര് വല്ലെന്നറിഞ്ഞെങ്കിലും കർമ്മം കൊണ്ട് തോന്നിപ്പോയി എന്തോ ഒരടുപ്പം. അതിപ്പോഴും എനിക്ക് അവളോടുണ്ട്. അവളെ ഇനി തിരിച്ചേൽപ്പിച്ചാലും എൻ്റെ മനസ്സിലതുണ്ടാവും. അതോർത്തിട്ട് ഇനി ആ കുട്ടിയെക്കുറിച്ച് എന്തും പറയാവൂ. കൊള്ളാം, ടെൻഷൻ മാറാൻ പറ്റിയ പരിപാടി തന്നെയാണ്. ദാ, നല്ല സ്ട്രോങ് കോഫിയാ, സകല തലവേദനയും മാറും. താങ്ക്സ് ആൻറ്റി. സ്നാക്സ് എന്തെങ്കിലും എടുക്കണോ? അയ്യോ, എനിക്കൊന്നും വേണ്ട. ആൻറ്റി കോഫി കഴിച്ചോ? ഏയ്, എനിക്കല്ലല്ലോ തലവേദന. ആൻറ്റി ഇപ്പോ കിട്ടുന്ന അവസരം മുഴുവൻ എന്നെ കുത്തുന്നുണ്ട്. ഞാൻ കുത്തും, പക്ഷേ വേദനിപ്പിക്കത്തില്ല കേട്ടോ. നാദിരയുടെ മനസ്സ് ഇനി എന്തിനു വേണ്ടി പാകപ്പെടണം, അതിനു വേണ്ടിട്ടാ. മുംബൈയിലെ മാറ്റിവെച്ച റെക്കോർഡിങ്ങിന്റെ കാര്യം അറിയാൻ കുറച്ചു മുമ്പ് കിഷൻലാലിനെ വിളിക്കാൻ തോന്നിയത് ഞാൻ പറഞ്ഞിട്ടല്ലേ? അതുപോലെ ഗൗരവമുള്ള പല കാര്യങ്ങളും ഈ ആന്റി നിനക്ക് വേണ്ടി ചെയ്യും. ഇന്നത്തെ ദിവസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. അതെന്താ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത? ഒരു പ്രത്യേകതയില്ലേ? ജിഷയെ പറഞ്ഞു വിട്ട് ജേഡി നാദരെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ ദിവസം ഇന്നല്ലയോ? ഓ, അതാണോ? ഇല്ല ആന്റി, ഇനി ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. അതന്നെ, ഭാര്യയോട് പറഞ്ഞ വാക്ക് ജേഡി പാലിക്കാതിരിക്കോ? ജിഷയെ തൽക്കാലം എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടാണെങ്കിലും ജേഡി വിളിക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. ഏയ്, അതിനെക്കുറിച്ച് ഇനി ആലോചിക്കേ വേണ്ട. ആ ഒരു വിളി പ്രതീക്ഷിക്കാവുന്ന സമയമൊക്കെ കഴിഞ്ഞു. ഒരു വാക്ക് പറഞ്ഞ സമയനിഷ്ഠയോടെ പാലിക്കുന്ന ആളാ ജേഡി. അപ്പൊ പിന്നെ ആ സമയം അതിലപ്പുറം കഴിഞ്ഞാ അതിനെന്താ അർത്ഥം? അപ്പോ നാദിരയോട് പറഞ്ഞ വാക്ക് ജേഡി പാലിക്കത്തില്ലെന്നാണോ? അത് വെറും ഒരു ഭംഗിവെക്കായിരുന്നു. തൽക്കാലം എന്നെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രം പറഞ്ഞൊരു വാക്ക്. പക്ഷെ ഞാൻ നിന്നില്ലല്ലോ. ഇനി ജേഡിക്ക് എന്തു ആവാം. ജേഡിക്ക് മാത്രമല്ല, നാദിരയ്ക്കും ഇനി എന്തു ആവാം. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. അന്തസ്സോടെ ജീവിച്ച് കാണിച്ച് അയാളെക്കാൾ പേരും പ്രശസ്തിയും നേടി മധുരമായി പ്രതികാരം ചെയ്യണം. മധുരമായി ചിരിക്കാം, സംസാരിക്കാം, സ്നേഹിക്കാം. പക്ഷെ പ്രതികാരം ചെയ്യാൻ പോയിട്ട് പ്രതികരിക്കാൻ പോലും അറിയാതെ പോയതാ നാദിരയുടെ പരാജയം. എനിക്കറിയാം, അതുകൊണ്ടായി പറയുന്നേ. ഇനിയെങ്കിലും ഇങ്ങനൊരവസ്ഥ വരാതെ നോക്കണം. ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ സ്വാർത്ഥത വേണം. ശരി ആന്റി പറഞ്ഞത്.
ഞാൻ ഇതുവരെ എന്റെ കാര്യം നോക്കിയില്ല. അതിനൊക്കെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പോയി. അതൊക്കെ മിഥ്യയാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് നോക്കണം സ്വന്തം കാര്യം. മുംബൈയിലോട്ട് വിളിച്ചപ്പോ കിഷൻലാൽ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു, ഇല്ലയോ? അതും പ്രതീക്ഷിച്ച ഞാനിരിക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണം, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. കിഷൻലാൽ തന്നെയായിരിക്കും, ചെന്നെടുക്ക. ഹലോ, ഞാനാ. അവളെ കൊണ്ടുവിട്ടോ? ഞാൻ തിരിച്ചു വരാറായോന്ന്. അവളെ കാണാനില്ല. എന്താ കാണാനില്ലെന്നോ? എക്സാം കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നിട്ടില്ല. ഓഹോ, ഇങ്ങനെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ ഒത്തിരി സമയമെടുത്തു അല്ലേ? അതായിരിക്കും എന്നെ വിളിക്കാൻ വൈകിയത്. നാദിറ പ്ലീസ്. നോ, ജേഡിയിൽ നിന്നൊരു പോസിറ്റീവ് മൂവ്മെന്റ് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ ഞാൻ കൈവിട്ട് കഴിഞ്ഞു. എന്നിട്ടും പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോ അറിയാതെ ഞാൻ പ്രതീക്ഷിച്ചു പോയി. അതെന്റെ ബുദ്ധിമോശം. എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ അവളെ ഒളിപ്പിക്കണമെന്നില്ല. ഞാൻ മാറി തന്നോളാം, യാതൊരു അവകാശവാദം ഇല്ലാതെ തന്നെ. നാദിറ കുഞ്ഞ് വിശ്വസിച്ചില്ലല്ലയോ? ആ കൊച്ചെങ്ങോട്ട് പോയി കാണും സാറേ? പോയി കിട്ടാനല്ലേ എല്ലാവരും പ്രാർത്ഥിച്ചത്. പോയി കാണും. തറവാട്ടിലോട്ട് ഇന്നുകൂടെ കഴിഞ്ഞിട്ട് പോയാ മതിയെന്ന് തീരുമാനിച്ചത് നന്നായി. മഹാനുഭാവന്റെ തീരുമാനം ചൂടോണ്ട് അറിയാനൊത്തല്ലോ. കൊച്ചിനെ കാണാനില്ലാത്രേ. 2 ദിവസം എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചേച്ചാ എന്റെ കുഞ്ഞ് സഹതപിച്ച് അങ്ങോട്ട് ഓടി ചെല്ലുന്നാ കരുതിയേക്കുന്നേ. ഇനി ഒരു ഇഞ്ച് വിട്ടുകൊടുക്കരുത് മോളെ. എനിക്ക് തോന്നുന്നത് ആ കൊച്ചി ഏതാന്നു എന്താന്നു ഒക്കെ ജെഡിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു എന്നാ. അറിയാന്നേ, അയാൾക്ക് എല്ലാം അറിയാം. ഒന്നും അറിയാത്ത നമ്മുടെ ഈ കൊച്ചിനെ കണ്ണും പൊട്ടി ചതിച്ചതാ. ദ്രോഹി. ഇപ്പൊ ഞാൻ സംശയിക്കുന്നത് അയാൾ ആ കൊച്ചിനോട് കാണിക്കുന്ന സ്നേഹവും താല്പര്യമൊക്കെ വഴി പിഴച്ചതാണെന്നാ. മതി അമ്മാമേ, മതി. ഈ വീഴ്പ്പലക്കലൊക്കെ ഒന്ന് നിർത്ത്. ഇതുകൊണ്ടൊന്നും ആ മനുഷ്യന്റെ മനസ്സിലെ കറ മായ്ച്ചു കളയാനാവില്ല. പിന്നെന്തിനാ വെറുതെ ഇങ്ങനെ? വെറുതെ അല്ല മോളെ, അമ്മാമ്മയുടെ മനസ്സിന്റെ വിഷമം കൊണ്ടാ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ അറിയാത്ത എന്റെ കുഞ്ഞിന്റെ ജീവിതം കണ്ണീരിലാഴ്ത്തിയില്ലേ അവൻ. ഇല്ല അമ്മാമേ, രാത്രി എന്നെ കരയില്ല. കരഞ്ഞു തോൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. ഞാൻ അനുഭവിച്ചത് കാണാനിരിക്കുന്ന വലിയ ലോകത്തിൽ ഇനി എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ കാതലായ ഒരു പാഠമാണ്. പക്ഷേ ജെഡി അനുഭവിക്കാൻ പോകുന്നത് പരിമിതമായ ജീവിതത്തിലെ കടുത്ത ഒറ്റപ്പെടലാണ്. എന്റെ സ്നേഹത്തെ അക്ഷരത്തെറ്റു വന്ന കടലാസ് ചുരുട്ടിയെറിയും പോലെ വലിച്ചെറിഞ്ഞ ആ എഴുത്തുകാരൻ കൈവിട്ടു പോയ അക്ഷരങ്ങൾക്ക് വേണ്ടി അലഞ്ഞു നടക്കും. ആർക്കു വേണ്ടിയാണോ എന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത്, അവള് പോലും വെറുത്ത് ഒരിറ്റ സ്നേഹത്തിനും ഒരു നല്ല വാക്കിനും വേണ്ടി അയാൾ യാചിക്കും. മോളെ, ഇത് ശാപമല്ല അമ്മാമേ, ശപഥമാണ്. നാദിറ പ്രാവർത്തികമാക്കാൻ പോകുന്ന ശപഥം.
എന്തായി മനു? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല സാർ. ജിഷ പോകാൻ സാധ്യതയുള്ള എല്ലാ കൂട്ടുകാരികളുടെ വീട്ടിലും ഞങ്ങൾ അന്വേഷിച്ചു. അവിടെ ഒന്നും അവൾ ചെന്നിട്ടില്ല. 2-3 ഫ്രണ്ട്സ് ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അവരെയും ഞങ്ങൾ കണ്ടു. ഇനി ഏട്ടത്തെ വിളിച്ചും ചോദിക്കാം. ചിലപ്പോൾ അവിടെ കാണും. മനു ഒന്ന് വിളിക്കൂ. വേണ്ട സാർ, അവിടെയും ഞങ്ങൾ അന്വേഷിച്ചു. അന്ന് തന്നെ അവളെ ഏട്ടത്തെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. എങ്കിൽ അന്നേ അവള് മരിച്ചിട്ടുണ്ടാവുമായിരുന്നു. ചെറിയ ചവകണിച്ചതിന്റെ സങ്കടത്തിലാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്, അറിയോ? ദിയ, ഞാൻ പറയും അവളുടെ സങ്കടം എന്താന്ന് എനിക്കറിയൂ. എന്നോട് അവളെല്ലാം പറയുന്നത്. എന്താ ദിയോട് അവള് പറഞ്ഞു? ചെറിയച്ഛൻ ഉപേക്ഷിച്ച അവള് മരിച്ചു കളയൂന്ന്. ഇന്നെവിടേക്കോ അവളും കൊണ്ട് യാത്ര പോവാന്ന് പറഞ്ഞില്ലേ? അത് ചെറിയച്ഛനോടത്തുള്ള അവസാന യാത്രയായിരിക്കുമെന്ന് അവൾക്കറിയായിരുന്നു. അത് താങ്ങാനാവാത്തോണ്ടാ അവൾ ഒറ്റയ്ക്ക് പോയത്. ദിയ, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് സഹിക്കാഞ്ഞിട്ടാ മനുവേട്ടാ. സാർ, ദിയ അവിടെ വിഷമം കൊണ്ട് എന്തൊക്കെയോ. ഇറ്റ്സ് ഓക്കെ. കുട്ടിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. നീ മനസ്സിലാക്കിയ അത്രയും അവളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ തെറ്റേം തിരുത്തിക്കോളാം. എന്ത് വില കൊടുത്തും നമുക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണം. എനിക്ക് വേറൊരു സംശയം കൂടെ ഉണ്ട് സർ. എന്ത്? അത് ആ റോക്കിയെ കുറിച്ചാണ് സാർ. റോക്കിയോ? അതെ സർ, ഞാനും ജിഷയും ഇന്ന് കോളേജിൽ പോണ വഴിക്ക് അയാൾ ഞങ്ങളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്താ പറഞ്ഞു? ജിഷയെ തിരിച്ച് വീട്ടിലെത്തിക്കില്ലാന്ന്. ഇതെന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? അവൾ ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് അവനൊരിക്കൽ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. പറയാനല്ലാതെ പ്രവർത്തിക്കാനുള്ള ധൈര്യം അവനുണ്ടാവും സാർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിസ്സാരമായി തള്ളാനാവാത്തൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അവനുണ്ട്. തീർച്ചയായും നിക്ഷയുടെ കാര്യത്തിൽ നമുക്ക് അവനെ സംശയിച്ചേ പറ്റും. നാദിരയുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ അവനങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.